കഥകൾ നായകന്മാരുടെയും നായികമാരുടേതുമാണ്. ഏത് കഥ വായിച്ചാലും നമ്മൾ നായകനെയും നായികയും പിന്തുടർന്നു പോകും. ചില ചെറിയ കഥാപാത്രങ്ങളെയൊക്കെ നമ്മൾ വായിക്കുന്നുണ്ടെങ്കിലും എപ്പോഴും വായനക്കാരുടെ മനസ്സിൽ വലിയ രൂപം പ്രാപിച്ച് നിൽക്കുക, എപ്പോഴും സ്ഥിരമായി താമസിക്കുക നായിക നായകന്മാരാകും. അതിപ്പോൾ മലയാള നോവൽ നോക്കിയാൽ മതി. ഇന്ദുലേഖയെയും മാധവനെയുമാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഓർമ്മിക്കുക. പരീക്കുട്ടിയെയും കറുത്തമ്മയെയും നമ്മൾ ഓർമ്മിച്ചുകൊണ്ടേയിരിക്കും. ഖസാക്കിലെ രവിയെ ഓർമ്മിക്കും. അങ്ങനെ നായകപ്രധാനമാണ്, അല്ലെങ്കിൽ നായികാപ്രധാനമാണ് കഥകളും നോവലുകളും. അവിടെ മൈനർ ക്യാരക്ടേഴ്സ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ ചെറിയ കഥാപാത്രങ്ങൾക്ക് വലിയ പ്രാധാന്യമില്ല. ചെറിയ കഥാപാത്രങ്ങളെ വലിയ കഥാപാത്രങ്ങളാക്കി നായകതുല്യരാക്കിയ ഒരു എഴുത്തുകാരൻ മലയാളിക്കുണ്ട്, വൈക്കം മുഹമ്മദ് ബഷീർ. ബഷീറിൻ്റെ ലോകത്ത് വലിയ കഥാപാത്രങ്ങളില്ല, വലിയ നായകരില്ല, ചെറിയ മനുഷ്യരേ ഉള്ളൂ. മിക്കവാറും ഒക്കെ ബഷീർ തന്നെയാണ് നായകൻ. അത് കഴിഞ്ഞാൽ ജീവിതത്തിൻ്റെ ഏറ്റവും സാധാരണ തട്ടിലുള്ള നായകത്വ ഗുണമൊന്നും അവകാശപ്പെടാനില്ലാത്ത മൈനർ കഥാപാത്രങ്ങളെ മേജർ കഥാപാത്രങ്ങളാക്കിയ, നായകത്വ ഗുണം കൊടുത്ത എഴുത്തുകാരൻ കൂടിയാണ് ബഷീർ. അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ബഷീർ സൃഷ്ടിച്ച അസാധാരണരായ ചില കഥാപാത്രങ്ങൾ. എട്ടുകാലി മമ്മൂഞ്ഞ്, ആനവാരി രാമൻ നായർ, പൊൻകുരിശു തോമ, ഡൈവർ പപ്പുണ്ണി, തൊരപ്പൻ അവറാൻ, മണ്ടൻ മുത്തപ്പ, അങ്ങനെ നീളുന്നു ആ മൈനർ ക്യാരക്ടേഴ്സിൻ്റെ പ്രപഞ്ചം. അതിനു മുമ്പ് ബഷീറിൻ്റെ ആദ്യകാല കൃതികളിൽ പോലും ഇത്തരം കഥാപാത്രങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അവിടെയും ദുരന്തനായകനായ മജീദ് ബാല്യകാല സഖിയിലെ ഒക്കെയായിരുന്നു ഉണ്ടായിരുന്നത്. തകഴിയുടെയും കേശവദേവിൻ്റെയും കഥകളിലും നായകപ്രധാനമായിരുന്നു. കേശവദേവിൻ്റെ ഓടയിൽ നിന്നിലെ റിക്ഷക്കാരനായ പപ്പു, ഇതൊക്കെയാണ് നമ്മൾ കണ്ടുവരുന്നത്. പക്ഷേ 1951 ബഷീർ ഒരു ചെറുകഥ എഴുതി. കോട്ടയത്തുനിന്ന് പ്രസിദ്ധീകരിച്ചിരുന്ന ഡെമോക്രാറ്റ് എന്ന വാരികയിലാണ് ആ കഥ എഴുതി. ആ വാരികയിൽ എട്ടുകാലി മമ്മൂഞ്ഞ് എന്നൊരു കഥ അദ്ദേഹം എഴുതി. ഈ കഥയിലാണ് പിൽക്കാലത്ത് പല കഥകളിൽ പ്രത്യക്ഷപ്പെടുന്ന കഥാപാത്രങ്ങളെ അദ്ദേഹം അവതരിപ്പിച്ചത്. ആനവാരി രാമൻ നായർ, പൊൻകുരിശു തോമ തുടങ്ങിയ ആളുകളെ. എട്ടുകാലി മമ്മൂഞ്ഞിനെ കേരളം മുഴുവൻ അറിയും. ആ കഥ വായിച്ചിട്ടില്ലാത്തവരും മമ്മൂഞ്ഞിൻ്റെ സ്വഭാവം അറിയാം. താൻ ചെയ്യാത്തതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് വീമ്പിളക്കി നടക്കുകയാണ് എട്ടുകാലി മമ്മൂഞ്ഞിൻ്റെ സ്വഭാവം. ഷണ്ടത്വമുള്ള ആ കഥാപാത്രം നാട്ടിലെ ഏത് സ്ത്രീയുടെ ഗർഭത്തിൻ്റെ ഉത്തരവാദിത്വം സംഗതി അറിഞ്ഞ അത് ഞമ്മളാ എന്ന് അവകാശപ്പെട്ടിരുന്നു. ഈ പരിഹാസ കഥാപാത്രത്തെ വളരെ സ്നേഹപൂർവ്വം പരിചരിക്കുകയാണ് ബഷീർ ചെയ്യുന്നത്. നമ്മുടെ പ്രിയപ്പെട്ട എട്ടുകാലി മമ്മൂഞ്ഞ് എല്ലാ മലയാളികളുടെയും ഹൃദയത്തിൽ താമസിക്കുന്ന ഒരു പ്രിയപ്പെട്ട കഥാപാത്രം ആണ്. അതുപോലെ രണ്ടുപേരാണ് ആനവാരിയും പൊൻകുരിശും. 1952 മാതൃഭൂമി ആഴ്ചപ്പതിപ്പിലാണ് ഒരു നീണ്ട കഥ എന്ന് മാത്രം പറയാവുന്ന ആനവാരിയും പൊൻകുരിശും എന്ന നോവൽ ബഷീർ എഴുതിയത്. അതിൻ്റെ കഥ ഇത്രമാത്രമാണ്. സ്ഥലം എന്ന സ്ഥലത്താണ് ഈ കഥ നടക്കുന്നത്. സ്ഥലത്തെ പ്രധാനപ്പെട്ട രണ്ട് കള്ളന്മാരാണ് ആനവാരി രാമൻ നായരും പൊൻകുരിശു തോമയും. ഇവർക്ക് ആനവാരി, പൊൻകുരിശ് എന്നീ പേരുകൾ പിന്നീട് വന്നു പതിഞ്ഞതാണ്. ആ പേരുകൾ വന്നു പതിഞ്ഞതിൻ്റെ ചരിത്രമാണ് വിനീത ചരിത്രകാരനായ ഞാനിവിടെ പറയാൻ പോകുന്നത് എന്നാണ് ബഷീർ നോവലിൽ പറയുന്നത്. അതുവരെയും മലയാള നോവലിൽ ഒരു നോവലിസ്റ്റും തന്നെ കഥാപാത്രമാക്കി താൻ ഒരു വിനീത ചരിത്രകാരൻ മാത്രമാണ് എന്ന് പറഞ്ഞ് താൻ എഴുതുന്നത് നോവലോ കഥയോ അല്ല, ചരിത്രമാണ് എന്ന് അവകാശപ്പെട്ടുകൊണ്ട് എഴുതിയിട്ടില്ല. അപ്പോൾ അത് വായിച്ച അന്നത്തെ വായനക്കാർക്ക് ആശയക്കുഴപ്പം ഉണ്ടായി കാണും. ഇത് ചരിത്രമാണോ, യാഥാർത്ഥ്യമാണോ? പക്ഷേ ഈ കഥാപാത്രങ്ങളാകട്ടെ നമ്മുടെ നിത്യജീവിതത്തിൽ നിന്ന് പറിച്ചെടുത്തു വച്ച കഥാപാത്രങ്ങളുമാണ്. അങ്ങനെ സ്ഥലം എന്ന സ്ഥലത്തെ പ്രധാനപ്പെട്ട രണ്ട് കള്ളന്മാരാണ് ആനവാരിയും പൊൻകുരിശും. അവർ രണ്ടുപേരും രാമൻ നായരും തോമയും മാത്രമായിരുന്ന കാലമുണ്ടായിരുന്നു. ആ സ്ഥലത്തെ ഒരു വലിയ മനയുണ്ട്. അവിടുത്തെ പ്രധാന ഭൂസ്വത്ത് മുഴുവൻ മനയുടെ വകയാണ്. ചാത്തങ്കേരി എന്നാണ് ആ മനയുടെ പേര്. ചാത്തങ്കേരി മനയിൽ 2 ആനകളുണ്ട്. ഒന്ന് കൊച്ചുനീലാണ്ടൻ പറഞ്ഞ കൊമ്പനാന, മറ്റേത് പാറുക്കുട്ടി എന്ന പിടിയാന. പൊതുവെ സ്ത്രീകൾക്കോട് വലിയ സ്നേഹമില്ലാത്ത ഒരാളാണ് രാമൻ നായർ. കാരണം പണ്ടൊരു സ്ത്രീ രാമൻ നായരെ പ്രേമകാര്യത്തിലൊന്ന് ചതിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പാറുക്കുട്ടി എന്ന ആനയോട് കടുത്ത ശത്രുതയിലാണ് രാമൻ നായർ. തോമയാകട്ടെ അങ്ങനെയൊന്നുമില്ല. കൊച്ചുനീലാണ്ടനെ സ്നേഹിക്കുന്നു, പാറുക്കുട്ടിയെയും സ്നേഹിക്കും. എന്നാലും പൊതുവെ അല്പസ്നേഹ കൂടുതൽ കൊച്ചുനീലാണ്ടനോടാണ്. ഇങ്ങനെ ഈ നാട്ടിൽ മറ്റ് സുഹൃത്തുക്കളൊക്കെ ഉണ്ട്. സൈനബയുടെ ചായക്കടയിലെല്ലാവരും ഒത്തുകൂടുന്നു, ചായക്കടയിലെ ജീവിതം. ഇതിനിടയിൽ ഒരിക്കൽ രാമൻ നായർക്ക് ഒരു കോൺട്രാക്റ്റ് കിട്ടി. കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞാൽ ശുദ്ധമായ മോഷണം, അത്രയേ ഉള്ളൂ. കോൺട്രാക്റ്റ് കൊടുത്തയാൾ ആ നാട്ടിൽ ചക്കര വ്യാപാരം നടത്തുന്ന ഉണ്ടക്കണ്ണൻ അന്ത്രു എന്ന മഹാപിശുക്കനായ പണക്കാരനാണ്. കാര്യം അത്രയേ ഉള്ളൂ. ചാത്തങ്കേരി മണ്ണയുടെ വകയായി ഇഷ്ടംപോലെ ചാണകവും ചാരവും കൂട്ടിയിട്ടിട്ടുണ്ട്. അത് രാത്രിയിൽ ഒരു വഞ്ചിയിൽ മോഷ്ടിച്ചു കൊണ്ടുവരണം. അന്ത്രുവിൻ്റെ പറമ്പിൽ വിതറാൻ വേണ്ടിയാണ്. അവർ രാമൻ നായർ 2 രൂപ അഡ്വാൻസും വാങ്ങി ഈ മോഷണം നടത്താൻ വേണ്ടി. എന്നിട്ട് തൻ്റെ കൂട്ടുകാരനായ തോമയെ വിളിച്ചു.
തോമയും കൂടെ ചേർന്ന് രാത്രി ഒരു വഞ്ചിയിൽ അവർ 2 കൂട്ടുകാരെയും കൂടെ മണ്ടൻ മുത്തപ്പയെ എല്ലാം കൂട്ടി എട്ടുകാലി മമ്മൂഞ്ഞിനെയും കൂട്ടി മോഷണത്തിന് പുറപ്പെട്ടു. ഇരുട്ടിൻ്റെ മറവിൽ പുഴയിലൂടെ തുഴഞ്ഞു ചെന്ന് പറമ്പിൽ കയറി രാമൻ നായർ പതുക്കെ മൺവെട്ടി കൊണ്ട് ചാണകം വെട്ടിയതും ചാണകം എഴുന്നേറ്റ് നിന്ന് നിലവിളിക്കാൻ തുടങ്ങി. അത് സത്യത്തിൽ പാറുക്കുട്ടി എന്ന് പറഞ്ഞ ആനയായിരുന്നു. ഇരുട്ടത്ത് ആന കിടക്കുന്നത് കണ്ടപ്പോൾ അത് ചാണകക്കൂനയാണ് എന്ന് തെറ്റിദ്ധരിച്ച് വെട്ടിപ്പോയതാണ്. അങ്ങനെയാണ് അയാൾക്ക് ആനവാരി എന്ന് പേര് കിട്ടിയത്. ആന എഴുന്നേറ്റ് ബഹളം വെച്ചോടുകൂടി 2 കള്ളന്മാരും കൂടി ചാടി പുഴയിലൂടെ നീന്തി കരപറ്റി പേടിച്ച് വിറച്ച് രക്ഷപ്പെട്ടു എന്നാണ് കഥ. കുറച്ചു കാലം കഴിഞ്ഞ് തോമ പൊൻകുരിശ് തോമയായി മാറുന്നു. കാര്യം ഇത്രയേ ഉള്ളൂ. പള്ളിയിലെ ഉത്സവത്തിന് പോയപ്പോൾ അവിടുത്തെ പൊൻകുരിശ് കണ്ട് തോമയ്ക്ക് ഹാലിളകി. പള്ളിക്ക് എന്തിനാ പൊൻകുരിശ്? യേശുക്രിസ്തുവിനെ തറച്ചത് മരക്കുരിശിലായിരുന്നല്ലോ എന്നായിരുന്നു തോമയുടെ ചോദ്യം. അങ്ങനെ തോമ നിരന്തരം ഈ ചോദ്യം മനസ്സിലിട്ട് ആകെ അലട്ടലായി. തോമ ഒടുവിൽ അത് മോഷ്ടിക്കാൻ തീരുമാനിച്ചു. വിദഗ്ധനായ കള്ളനായ തോമ അത് മോഷ്ടിക്കുന്നതിന് വേണ്ടി ഒരു പദ്ധതി തയ്യാറാക്കി. ചെറിയ ഒരു കേസിൽ പോലീസിന് പിടികൊടുത്തു. അങ്ങനെ പോലീസ്, കടുവാ മാത്തൻ എന്ന് പറഞ്ഞ ഇൻസ്പെക്ടർ തോമയെ അറസ്റ്റ് ചെയ്ത് പോലീസ് സ്റ്റേഷനിൽ ലോക്കപ്പിൽ അടച്ചു. ലോക്കപ്പിൽ ഇങ്ങനെ കിടക്കുമ്പോൾ രാത്രി ആ പോലീസ് സ്റ്റേഷനിലെ ഒരു പോലീസുകാരൻ്റെ പേര് പളുങ്കൻ കൊച്ചുഞ്ഞെന്നാണ്. പളുങ്കൻ കൊച്ചുഞ്ഞ് വളരെ ദുഃഖിതനാണ്. ഒരു രാത്രി പാറാവുകാരനായ പളുങ്കനും തോമയും മാത്രമുള്ളപ്പോൾ പളുങ്കൻ തൻ്റെ ജീവിതത്തിലെ ദുഃഖകഥ തോമയോട് പറഞ്ഞു. കെട്ടിച്ചു വിടാറായ പെൺമക്കൾ, തളർവാദം കിടക്കുന്ന ഭാര്യ, വീട് ആകെ 5 സെൻറ്റ് സ്ഥലമേ ഉള്ളൂ, ജീവിക്കാൻ മാർഗമില്ല, പെൻഷനാകാറായി, ഒന്നും കരുതി വച്ചില്ല, താനൊരു ജീവിത പരാജയമാണ് എന്ന് പളുങ്കൻ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. തോമയുടെ മനസ്സിളകിപ്പോയി. തോമ പറഞ്ഞു, 2 മണിക്കൂർ നേരത്തേക്ക് എന്നെ ഒന്ന് തുറന്നു വിടാമോ? തൻ്റെ പ്രശ്നങ്ങൾ പരിഹരിച്ചു തരാം. പളുങ്കൻ പേടിയോടുകൂടിയാണെങ്കിലും ആ കള്ളൻ്റെ വാക്ക് വിശ്വസിച്ച് അയാളെ തുറന്നു വിട്ടു. 1.5 മണിക്കൂർ കഴിഞ്ഞപ്പോൾ തോമ തിരിച്ചു വന്നു. ഒരു സ്വർണ്ണക്കട്ടി പളുങ്കൻ്റെ കൊടുത്തു. വിറ്റോ, പ്രശ്നങ്ങളെല്ലാം തീർക്കാൻ പറഞ്ഞു. പക്ഷേ പിറ്റേന്ന് ഒരു വാർത്ത നാട്ടിലെങ്ങും പ്രചരിച്ചു. പള്ളിയിലെ പൊൻകുരിശ് മോഷണം പോയി. നാട്ടിലെ എല്ലാ കള്ളന്മാരെയും പിടികൂടി കടുവാമാത്തൻ എന്ന് പറഞ്ഞ ഇൻസ്പെക്ടർ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്ന് അടിക്കുകയും നാക്കിൽ ആണിയടിക്കാൻ തുടങ്ങുകയും ചെയ്തു. ആണിയടിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി. അവസാനം രാമൻ നായരെയും സംഘത്തിനെയും മണ്ടൻ മുത്തപ്പയെയും എട്ടുകാലി മമ്മൂഞ്ഞിനെയും വരെ പിടിച്ചു. ഇവരുടെ നാക്കിൽ ആണിയടിക്കാൻ തുടങ്ങുമെന്ന് കണ്ടപ്പോൾ തോമ പറഞ്ഞു, ഇൻസ്പെക്ടറോട് പറഞ്ഞു, യജമാനെ എനിക്കൊരു കാര്യം പറയാനുണ്ട്, രഹസ്യമായിട്ട് പറയാമെന്ന് പറഞ്ഞു. ഞാനാണ് മോഷണം നടത്തിയത്. ഒരു കഷണം പളുങ്കരും കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഞാൻ മോഷ്ടിച്ചതുകൊണ്ടാണ്. പള്ളിക്ക് എന്തിനാ പൊൻകുരിശ്? അങ്ങനെ അയാളുടെ ദാരിദ്ര്യം കൊണ്ടാണ് ഞാൻ മോഷ്ടിച്ചത്, സഹായിക്കണം എന്ന് പറഞ്ഞു. കടുവാമാത്തൻ വലിയ ദുഷ്ടബുദ്ധിയായ പോലീസുകാരനാണെങ്കിലും ഈ സാമാന്യ യുക്തിയുടെ മുന്നിൽ, ദാരിദ്ര്യത്തിന് മുമ്പിൽ അയാൾ പരാജയപ്പെട്ടു. അയാൾ പള്ളിക്കാരെയെല്ലാം വിളിച്ചു. ബിഷപ്പ് വന്നു. അങ്ങനെ രമ്യതയിൽ കാര്യം പരിഹരിച്ചു. പളുങ്കനെ സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടു. തോമയ്ക്ക് 1.5 മാസം തടവ് ശിക്ഷയും കിട്ടി. പക്ഷേ പള്ളി ഇടപെട്ട് അയാളുടെ പെൺമക്കളുടെ എല്ലാം കല്യാണം നടത്തിച്ചു കൊടുത്തു. പളുങ്കന് കപ്പ്യാർ ഉദ്യോഗവും കൊടുത്തു. ഈ 2 കഥകളാണ് ആനവാരിയും പൊൻകുരിശും എന്ന് പറഞ്ഞ കൊച്ചു നോവലിലുള്ളത്. 2 തമാശക്കഥകൾ എന്ന് പറയാം. പക്ഷേ ആ തമാശക്കഥകളിലൂടെ 1950കളുടെ തുടക്കത്തിലെ കേരളീയ ജീവിതത്തെ സമഗ്രമായി ബഷീർ ആവിഷ്കരിച്ചു. ചെറിയ കഥാപാത്രങ്ങൾ, മൈനർ ക്യാരക്ടേഴ്സിനെ നോവലിലെ ഏറ്റവും സുപ്രധാന കഥാപാത്രങ്ങളാക്കി മാറ്റാനും അദ്ദേഹത്തിന് കഴിഞ്ഞു. ഈ നോവലിലെ ഉണ്ടായിരുന്ന സാമൂഹ്യ വിമർശനം ഇതേ വർഷം തന്നെ 1952 തന്നെ പ്രസിദ്ധീകരിച്ച സ്ഥലത്തെ പ്രധാന ദിവ്യൻ എന്ന് പറഞ്ഞ നോവലിൽ കുറേ കൂടി രൂക്ഷവും തീവ്രവുമായി മാറി. 1950കളിലെ കേരള രാഷ്ട്രീയം, സാഹിത്യ സാംസ്കാരിക രംഗങ്ങളിൽ നടന്ന ചർച്ച, ഇതെല്ലാം ആ നോവലുകളിൽ ഇതേ കഥാപാത്രങ്ങളിലൂടെ തന്നെ ബഷീർ ആവിഷ്കരിച്ചു. ആനവാരിയും പൊൻകുരിശും വളരെ ചെറിയ ഒരു പുസ്തകമാണ്. പക്ഷേ ആ പുസ്തകത്തിലൂടെ ആ ചെറിയ മനുഷ്യരായ കഥാപാത്രങ്ങൾ ആകാശത്തോളം മുട്ടുന്ന ഉയരമുള്ള വലിയ കഥാപാത്രങ്ങളായി കേരളത്തിലെ സാമാന്യ ജനങ്ങളുടെ മനസ്സിൽ അന്നും ഇന്നും വായനക്കാരുടെ ഏറ്റവും പ്രിയപ്പെട്ട അയൽക്കാരായി വസിക്കുന്നു.